നമുക്ക് കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പഴുത്ത പഴം എടുക്കരുത്, അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം അടിച്ചെടുക്കാം, മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 കപ്പ് രവിയ തേങ്ങയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, അത് ഒരു 1/2 കപ്പോളം ചേർത്തിട്ട് ഒന്നും പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മൈദയുടെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ബാറ്റർ തയ്യാറാക്കി മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഏത് ഷേപ്പ് അങ്ങക്ക് വേണ്ടേ ചെയ്യുക അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൈദയും വെള്ളവും കലക്കിയിലൊന്ന് മുക്കീനെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്തൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.